ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നും ഇല്ല കേട്ടോ. ഇന്നൊരു ചക്ക വരട്ടിയതാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. ഞാനിത് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വെച്ചല്ല, ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ്. ഗ്യാസിനെല്ലാം വില കൂടുതലാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ചക്ക വിളയിച്ചെടുക്കുമ്പോഴത്തേനൊക്കെ ഗ്യാസ് നന്നായിട്ട് നമുക്ക് ചിലവാകും. അപ്പം വീട്ടിൽ വിറകടുപ്പുള്ളത് കൊണ്ട് അവിടെ വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം ശർക്കര ആദ്യമേ ഉരുക്കിയെടുത്തു. ഞാനൊരു 2 ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് വേവിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. നല്ല ചുവട് കട്ടിയുള്ള ഉരുളിയിലേക്ക് ചക്ക അരിഞ്ഞത് മാറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂട് കയറി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കിയെടുത്തിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ ചക്ക വിളയിച്ചതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പുറത്തൊക്കെ അടുപ്പ് കൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ നമുക്ക് അടുപ്പ് കൂട്ടാമല്ലോ. ഒരു 3 സൈഡിൽ നിന്നുമൊക്കെ നമ്മൾ തീ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. പക്ഷേ ഇത് മഴയായ കാരണം കിച്ചണിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇത് മൊത്തം റെഡിയാക്കി എടുക്കുന്നത് ചേച്ചിയും ചേട്ടനും കൂടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടതൊന്ന് ആ ശർക്കരയും ചക്കയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ശർക്കര പാനിക്കകത്ത് കിടന്ന് ചക്ക നന്നായിട്ടൊന്ന് വെന്തൊക്കെ ഒന്ന് കുഴയാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തിൽ ചേർത്തിരിക്കുന്നത് ചുക്ക്, ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. സിമ്പിളാണ്. നമ്മൾ ചക്ക ഉള്ള സമയത്ത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക വരട്ടിയത് വെച്ച് നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് മുറുകി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. ആ മൈദ ഒന്ന് അരിച്ചെടുത്തിട്ട് അത് കുറേശ്ശെ ചേർത്ത് നമ്മളിത് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കിലോയിൽ മേളിൽ മൈദ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ആദ്യമേ ഇട്ടത് കട്ട കെട്ടി പോകാതെ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുടെ ഈ മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അത്രയും മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്ന കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് വല്ല ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗവിലൊക്കെ നമുക്ക് ചെയ്യാം. ഈ ചക്ക വിളയിച്ചെടുക്കുക, ചക്ക അലുവ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നന്നേ മെനക്കെട്ട പരിപാടിയാണ്. ഒത്തിരി സമയം വേണം, നമ്മുടെ നല്ല അധ്വാനം വേണം. 2 സൈഡിൽ നിന്നുമൊക്കെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടിക്കൊക്കെ പിടിക്കാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഈ അടുപ്പിൽ ഒന്ന് തീ കത്തി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മളൊരു മീഡിയം രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ സമയം ഒത്തിരി എടുക്കും. നമ്മൾ വെളിയിലൊക്കെ വെച്ച് ചെയ്യുകയാണ്, അടുപ്പിൽ 3 സൈഡിൽ നിന്നുമൊക്കെ തീയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. നമ്മളിതിപ്പം അകത്ത് തന്നെ ചെയ്യുന്നത് കൊണ്ട് ഒരു 4 മണിക്കൂറിനടുത്ത് നമുക്ക് സമയം എടുക്കുന്നുണ്ട്. ഒരു വെളിയിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു 2.75-3 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒത്തിരി ഉള്ളത് കൊണ്ട് ഇതിനകത്തിൽ നെയ്യല്ല ഞങ്ങൾ ചേർത്തിരിക്കുന്നത്, ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. കുറച്ചൊക്കെ അല്ലെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം. നെയ്യൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 കിലോയിൽ മേളിലൊക്കെ നെയ്യൊക്കെ ഇതൊന്ന് വഴറ്റിയെടുക്കാനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. പക്ഷേ ഇതിൽ ഒത്തിരി ആയതുകൊണ്ട് ഞങ്ങൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് ഇതൊന്ന് വെന്ത് എല്ലാം ഒന്ന് റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും ആയില്ല, ഇതൊരു കാൽപ്പരുവമേ ആയിട്ടുള്ളൂ ഈ ചക്ക വിളയിച്ചതിൻ്റെ. അപ്പോൾ 2 സൈഡിൽ നിന്ന് 2 ചട്ടവും വെച്ചൊക്കെയാണ് ഇളക്കുന്നത്. അപ്പം എല്ലാം ചേച്ചി മാറുന്ന സമയത്ത് ചേട്ടനും ഇളക്കി തരും. പാവം, 2 പേരും 2 പ്രായമാണ്. പിന്നെ ഇനിയിപ്പം അവർക്കും കുറച്ചിട്ടൊന്ന് മാറ്റി വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞങ്ങളൂടെയൊക്കെ വരുമ്പം ഒന്നിച്ചങ്ങ് ചെയ്യാമല്ലോ. അവർ നേരത്തെ അലുവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗൾഫിലേക്ക് പോകുമ്പം മോന് കൊടുത്തു വിടാനൊക്കെ ഉണ്ട്. മോന് ഈ അടുത്ത സമയത്ത് വരും. അപ്പോൾ അവൻ തിരിച്ചു പോകുമ്പം കൊടുത്തു വിടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചക്ക വരട്ടിയതും കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു അരപ്പരുവത്തിലോട്ടൊക്കെ ആയി. ഉരുളിയിൽ നിന്ന് ഇത് ഓയിലും എല്ലാം കൂടി വെന്ത് ഉരുളിയിൽ പിടിക്കാതെ ഇങ്ങനെ മാറി മാറി ഇതിങ്ങനെ തെന്നി പോകുന്ന അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഓയിലിനകത്ത് ഇത് കിടന്ന് നന്നായിട്ട് ഇതിപ്പോൾ ഒരു അരപ്പരുവമേ ആയിട്ടുള്ളൂ. ആ രീതിയിലേക്ക് നമുക്ക് ആയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഈ ചക്ക വിളയിച്ചത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കാം, പിന്നാണെങ്കിൽ പല പല കാര്യങ്ങൾ, ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇത് വെച്ച് നമുക്ക്
പല വെറൈറ്റി ഡിഷസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതൊക്കെ വെച്ച് ഞാൻ ഈ ഉണ്ണിയപ്പവും പായസവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം ഏകദേശമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. നമുക്കിനിയിപ്പം ഒത്തിരി നാളെങ്കിൽ ഒരു 3-4 വർഷമൊക്കെ ഇരിക്കണമെങ്കിൽ ഒരു ലേശം കൂടി ഇത് ഒന്ന് മൂത്തതിന് ശേഷം എടുക്കാം. ഇപ്പം നമുക്ക് 1 വർഷത്തേക്കൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് 2-3 വർഷത്തേക്ക് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കയുടെയൊക്കെ സീസൺ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിത് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ചെടുത്ത് മാറ്റി ഇതേപോലെ തന്നെ വേറൊരെണ്ണം അവർക്കും എടുത്ത് മാറ്റി പിന്നെ ഒരു കുഞ്ഞ് പ്ലേറ്റിൽ 2 എണ്ണം ഒരു 10-15 മിനിറ്റ് കൂടി ഇട്ടതിന് ശേഷം ഞങ്ങൾ അലുവായുടെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചക്കയുള്ള സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാവുന്നേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.